ദില്ലിയിലെ സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി. സൗത്ത് ദില്ലിയിലെ ഇന്ത്യൻ പബ്ലിക് സ്കൂളിലും സരസ്വതി വിഹാറിലെ സ്കൂളിലുമാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും ഒഴിപ്പിച്ചു. സംഭവത്തിൽ ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന ആരംഭിച്ചു. വിവരങ്ങളുമായി സ്വാതി ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാതി, ഇത് അമിത്ഷായുടെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കേണ്ട വിഷയമാണിത്. തുടരെയുള്ള ബോംബ് ഭീഷണികൾ, നേരത്തെ വിമാനങ്ങൾക്ക് നേരെ ഭീഷണിയുണ്ടായി, യാതൊരു തരത്തിലെ അന്വേഷണവും പരിശോധനയും നടന്നില്ല. വലിയ പരാജയം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. എന്താണ് ഈ പുതിയ ഭീഷണിയുടെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സിജു, ഇപ്പോൾ ദില്ലിയിലെ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെയോടെയാണ് ഈ സ്കൂളുകളിൽ ഇമെയിൽ സന്ദേശം വഴി ബോംബ് ഭീഷണി എത്തിയത്. സൗത്ത് ദില്ലിയിലെ ഇന്ത്യൻ പബ്ലിക് സ്കൂളിലും അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റിലെ സരസ്വതി വിഹാർ സ്കൂളിലുമാണ് ബോംബ് ഭീഷണി എത്തിയത്. എന്തായാലും അധികൃതർ ഈ ഇമെയിൽ സന്ദേശം കണ്ടതിന് പിന്നാലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും പോലീസും ബോംബ് സ്ക്വാഡും അടക്കം സ്കൂളുകളിലെത്തി പരിശോധന എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. പരിശോധന പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം തന്നെ സ്കൂളുകളിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല രക്ഷിതാക്കൾക്കൊക്കെയും കൃത്യമായൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധിയായ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം സ്കൂളുകളിലും അതോടൊപ്പം തന്നെ ഈ വിമാനത്താവളങ്ങൾ, ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവം നിരന്തരമായിട്ടുണ്ട്. ഇതിനെതിരെ ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കം വലിയ തരത്തിലുള്ള ഗുരുതരമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. കാരണം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഈ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. ഈ ഒരു നിരന്തരമായി സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിലെ സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി, പരിശോധന നടക്കുന്നുള്ള വിവരങ്ങളാണ് സ്വാതി പങ്കുവച്ചു.